തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി ആർ ശ്രീലേഖയെ നിർത്തുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തി. എതിർപ്പ് അവഗണിച്ച് ശ്രീലേഖയ്ക്ക് സംസ്ഥാന നേതൃത്വം പിന്തുണ നൽകുകയാണ്. അതേസമയം മേയർ ആരെന്ന പ്രഖ്യാപനം ദില്ലിയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. മാനസ ചേരുകയാണ്. മാനസ, ശ്രീലേഖയ്ക്കാണ് സാധ്യത കൂടുതൽ എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ അതിനെതിരായ എതിർപ്പും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ശക്തമാണോ? തീർച്ചയായും അത് തന്നെയാണ് ശരത്ത്. ആർ ശ്രീലേഖയ്ക്കാണ് ഇപ്പോൾ കൂടുതൽ സാധ്യതയായി മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാധ്യതയായി നിലനിൽക്കുന്നത്. കാരണം ഈ സംസ്ഥാന നേതൃത്വം കൂടുതൽ പിന്തുണ ആർ ശ്രീലേഖയ്ക്കാണ് നൽകിയത്. തുടക്കം മുതലേ വി രാജേഷിൻ്റെയും ആർ ശ്രീലേഖയുടെയും പേര് ഈ പരിഗണനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ വി രാജേഷിനെ തഴഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വി രാജേഷിനോടുള്ള എതിർപ്പ് ഒരു വിഭാഗം അറിയിച്ചു. അതോടൊപ്പം തന്നെ ആർ ശ്രീലേഖയ്ക്കെതിരെയുള്ള എതിർപ്പും ഒരു വിഭാഗം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർ ശ്രീലേഖയ്ക്കെതിരെയുണ്ടായ വിഭാഗത്തിൻ്റെ എതിർപ്പിനെ അവഗണിച്ചാണ് ഇത്തരത്തിൽ ശ്രീലേഖയ്ക്ക് പിന്തുണ നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതൃത്വം മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. ഇതിൽ കടുത്ത എതിർപ്പ് RSSന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. കാരണം ആർ ശ്രീലേഖ എന്ന് പറയുന്നത് ഒരു ബി.ജെ.പിയുടെ രാഷ്ട്രീയം തുടക്കം മുതലേ സ്വീകരിച്ച ഒരു വ്യക്തിയല്ല. ഇപ്പോൾ ഏറെ കുറച്ചു കാലമായി മാത്രമാണ് ബി.ജെ.പിക്കൊപ്പം അല്ലെങ്കിൽ RSSനൊപ്പം കൂടി മുന്നോട്ട് വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ശ്രീലേഖയെ മേയറാക്കുന്നത് കൊണ്ട് ബി.ജെ.പിക്ക് ആ നിലയിലൊരു ഗുണം ഉണ്ടാവില്ല. കാരണം പല കാര്യങ്ങളിലും അവരെടുത്തിട്ടുള്ള നിലപാടുകൾ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ അവർ പല വിവാദങ്ങളിലും അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ വളരെ വിവാദപരമായ പ്രസ്താവനകളിലൂടെ ഒക്കെ കേരളീയ പൊതുസമൂഹത്തിൽ നിന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ മേയറായി വരുന്നത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യില്ല എന്നാണോ ഔദ്യോഗിക പക്ഷം അല്ലെങ്കിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പക്ഷത്തിന് എതിരായി നിൽക്കുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം? തീർച്ചയായും അത് തന്നെയാണ്. ആർ ശ്രീലേഖയുടെ നിലപാടും പ്രതികരണങ്ങളും ഒക്കെയും തന്നെ ഇതിനോടകം തന്നെ കണ്ടതാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയപരമായി ഒരു വളർച്ചയോ അല്ലെങ്കിൽ ഒരു ഉപയോഗമോ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ. നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളും അതൃപ്തിയും നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചു, രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ കൂടിയും ഇതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖർ അടങ്ങുന്ന ഒരു ഔദ്യോഗിക പക്ഷം ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയും തന്നെ അവസാനിച്ചു. ഇനിയുള്ളത് ദേശീയ നേതൃത്വത്തെ, കേന്ദ്രത്തെ ഈ കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. ഇന്ന് ഉച്ചയോടെയോ അതോ വൈകുന്നേരത്തോടെയോ ഈ മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ ആരാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായി ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്നത് ആരെയാണ് എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. ഒരുപക്ഷെ അത് മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തുള്ള പ്രഖ്യാപനമായിരിക്കാം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഇതുവരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണമായി വന്നിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയം മുൻപും മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും കടുത്ത അതൃപ്തി ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ശരത്.